പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദാസന് ഒരു അവസരം കൂടെ തന്ന എൻ്റെ യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ലളിദാസിന് പ്രോത്സാഹനം തന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും നിശ്ചയമായിട്ടും. ഇന്ന് കേൾക്കുന്ന വചനം, സ്നാനപ്പെടാത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യഹൂദ നേതാക്കൾ യേശുവിനെ കൊല്ലുവാൻ ഗൂഢാലോചന ചെയ്യുകയായിരുന്നു. അത് യേശുവിന് വ്യക്തമായി അറിയായിരുന്നതുകൊണ്ട് കർത്താവ് കൊടുത്ത മറുപടിയാണ്. ഇന്നും അനേകർ യേശുവിനെ എതിർക്കുകയാണ്. യേശുവിനെ കൊല്ലുവാൻ അവസരം നോക്കി പീഡിപ്പിച്ചവർ യേശു മരിച്ചു കഴിഞ്ഞ് യേശു ആരായിരുന്നുവെന്ന് മനസ്സിലായി എങ്കിലും യൂദയ്ക്ക് സംഭവിച്ചതുപോലെ അവരുടെ ഹൃദയം കഠിനമായി പോകുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അനുദപിക്കുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും കർത്താവ് അവസരം കൊടുക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മരിച്ചു കഴിഞ്ഞ് പാപമോചനം ലഭിക്കുകയില്ലെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിലുള്ള സകല മതക്കാരും വിശ്വസിക്കുന്നത് മരണശേഷം പ്രവൃത്തിക്കനുസരിച്ച ഫലമുണ്ടാകുമെന്നാണ്. ഈ ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടാൻ എന്താണ് ചെയ്യുക? അപ്പോസ്തല പ്രവൃത്തികൾ 2:38 അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവീൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എൻ്റെ പാപത്തിനു വേണ്ടി ആയിരുന്നു എന്ന് വിശ്വസിച്ച് ക്രിസ്തു പറഞ്ഞത് അംഗീകരിക്കുമ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പറഞ്ഞത് പ്രയോജനപ്പെടുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ക്രൂശുമരണം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവിനെ അനുസരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കാതെ, അംഗീകരിക്കാതെ എതിർക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറഞ്ഞു. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും എന്ന്
യേശു കർത്താവ് വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. വിശ്വസിക്കാത്തവൻ പാപത്തിൽ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞുവെങ്കിലും സ്നാനപ്പെടാതെ, കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതെ ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് വചനം നമ്മളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. സത്യത്തെ ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മളെ നശിപ്പിക്കുവാൻ നമുക്ക് ചുറ്റും പൈശാചിക ശക്തി നിൽക്കുകയും യേശു പറയുന്നത് നമ്മൾ ബോധപൂർവം ഉപേക്ഷിക്കുമ്പോൾ സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുമെങ്കിൽ സത്യത്തെ ഗ്രഹിക്കാനായി നമ്മൾ ആഗ്രഹിക്കുക. സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരെ കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെയല്ല നമ്മൾ പോകേണ്ടത്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ പേര് അത്ഭുതമന്ത്രി എന്നാണ്. യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അതിന് അത്ഭുതങ്ങൾ അറിയുന്നതിന് മുമ്പ് സത്യവചനം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കണം. ഈ ഭൂമിയിൽ വിശ്വസിക്കാവുന്ന ഒരു സുവിശേഷ വേലക്കാരൻ്റെ കൂടെ നിൽക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കാരണം വചനത്തിൻ്റെ സത്യങ്ങൾ പഠിക്കാൻ നല്ലൊരു ഇടയൻ ഉള്ളത് ഏറ്റവും നല്ലതാണ്. വചനം പഠിപ്പിക്കുന്ന നല്ലൊരു ദൈവദാസൻ്റെ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കണം എന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. തെറ്റും ശരിയും തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശവും നമുക്ക് ലഭിക്കും. തമ്പാറടിക്കുന്നതും ബഹളം വയ്ക്കുന്നതിനും ഒന്നുമല്ല പ്രാധാന്യം. വചന സത്യങ്ങൾ ഗ്രഹിക്കുക, വചനങ്ങൾ പഠിക്കുക, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഓടാതിരിക്കുക. ലോകത്തിൽ അനേക ഉപദേശങ്ങൾ തരുന്ന ഉപദേശിമാർ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയൊന്നും വചനം കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്നാൽ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കണം. പ്രത്യാൽ ഈ വ്യാജ ഉപദേശിമാരുടെ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിലായിരിക്കുമ്പോഴാണ്. ജനം വിശന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരുടെ പ്രസംഗം വളരെ അനുഗ്രഹമായി നമുക്ക് ചില സമയങ്ങളിൽ തോന്നുമെങ്കിലും വചനം നമുക്കറിയാമെന്നെങ്കിൽ ഒരു പ്രത്യേക പ്രവചനത്തിൻ്റെയോ ഒരു ദൂതിൻ്റെയോ ആവശ്യം നമുക്കില്ലല്ലോ. വചനമാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. നീതിയോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക്
സഹിക്കാവുന്ന കഷ്ടതയിലൂടെ ദൈവം പലപ്പോഴും കടത്തിവിടാറുണ്ട്. അത് ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്നും കൂടി സമയം ഓർമ്മപ്പെടുത്തുകയാണ്. യോസേഫ് ദൈവം തെരഞ്ഞെടുത്ത മകനായിരുന്നു. എന്നാൽ അല്പനേരം കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിൽ കൂടെ ദൈവം കടത്തിവിട്ടുവെങ്കിലും ഉൽപ്പത്തി പുസ്തകം 39:23 പറയുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ചില കഷ്ടതയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ട വന്നാലും കർത്താവ് അവരോട് കൂടെയുണ്ട്. ആ ഒരു ബോധ്യം വചനം അറിയാവുന്നവർക്കറിയാം. ദൂതിൻ്റെയും പ്രവചനത്തിൻ്റെയും പുറകെ പോകുന്നവരല്ല യഥാർത്ഥ ഭക്തന്മാരെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. നീതിയോടെ നിൽക്കുന്ന, ദൈവകൽപ്പന അനുസരിച്ചവർ ദൂതിൻ്റെയും പ്രവചനത്തിൻ്റെയും പുറകെ പോകരുതെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നീതിമാന് ഒരു ദൂതിൻ്റെയും ഒരു പ്രവചനത്തിൻ്റെ ആവശ്യമില്ല. ദൈവം വാഗ്ദത്തം തന്ന അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അല്പനേരം ചില കഷ്ടതകൾ കടന്നു വന്നാലും നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ അവരുടെ പ്രാർത്ഥനയാൽ കഴിയും. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും മടുത്തു പോവാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ കഷ്ടതയിലും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക. സുവിശേഷ വേലയ്ക്ക് നമ്മളാൽ കഴിയുന്നത് പോലെ സഹായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക. കഷ്ടതയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് മാതാപിതാക്കളെ സ്നേഹിക്കുക. ആ വിധവ 2 വെള്ളിക്കാശിട്ടതുപോലെ കഷ്ടതയിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കുക. കഷ്ടത മാറും, പ്രയാസങ്ങളും മാറും. ഇതാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭൂമിയിൽ ദുഷ്ടന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടന്മാർ ചെയ്യുന്ന ദുഷ്ടത കണ്ടിട്ട് ഇനിയും ദൈവരാജ്യത്തിന് വേണ്ടി 1 രൂപ കൊടുക്കുകയില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ശരിയല്ലെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മരിക്കുന്നത് വരെയും ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുക, നന്മ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്താലും പ്രതിഫലം സ്വർഗത്തിലുണ്ടെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തിന് കൊടുക്കാതെ ഈ ഭൂമിയിൽ കുറേ സ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ എന്ത് പ്രയോജനമെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഈ സമയം. മർക്കോസിന്റെ സുവിശേഷം 15:32 ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ നിന്നിറങ്ങി വരട്ടെ. നമ്മൾ ഒരിക്കലും അടയാളം ചോദിക്കുന്ന, ദൂതി ചോദിച്ച് നടക്കുന്ന അവിശ്വാസികളാകരുതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം. നമ്മൾ ഹൃദയ കാഠിന്യം ഉള്ളവരായി ദൈവത്തെ നമ്മൾ പരിഹസിക്കരുത്. ഹൃദയകാഠിന്യം നമുക്കുണ്ടാകരുത്. കാഠിന്യഹൃദയം ഉള്ളവരാകുവാൻ നമ്മൾ ആഗ്രഹിക്കരുതെന്ന് ഈ സമയം ഓർക്കുകയാണ്. ഹൃദയകാഠിന്യമുണ്ടായാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചോദിച്ച് നടന്നാൽ ലോകത്തിൻ്റെ പിശാച്
നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇടയുണ്ടെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ജാതികളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് നടക്കുന്നത്. നമ്മൾ ബോധപൂർവം കർത്താവിനെ പരിഹസിക്കരുതെന്ന് ഈ വചനത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അറിവില്ലായ്മ കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വന്നത് കർത്താവ് നിശ്ചയമായിട്ട് ക്ഷമിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, പശ്ചാത്താപിക്കുവീൻ. ഇനിയും നമ്മൾ അന്ത്യകാലത്തേക്ക് നീങ്ങുകയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. ഒടുവിൽ അല്ലെങ്കിൽ അവസാനമായി കർത്താവിലും അവൻ്റെ ശക്തിയിലും ബലപ്പെടുവീൻ എന്നാണ്. അന്ത്യകാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. അന്ത്യകാലത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ ആത്മീയമായി നമ്മൾ മരിച്ച അവസ്ഥയിലായിരുന്നുവെങ്കിൽ അവസാനമായി എഴുന്നേൽക്കേണ്ട സമയമായി എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. അനേക ബുദ്ധിമാന്മാർ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. സാത്താനെ പരാജയപ്പെടുത്തി. അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3:5 യേശു പറയുന്നു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നമ്മുടെ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ലെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. യേശു അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. പാരമ്പര്യമായി ക്രിസ്ത്യാനികളായതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്വയമായി എടുക്കുന്ന വിശ്വാസത്തിൽ കൂടി ആയിരിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാനസാന്തരപ്പെട്ട് അകത്തെ മനുഷ്യൻ രൂപാന്തരം വന്ന് ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവിനെ അനുസരിക്കുമ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത്. വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുമ്പോൾ ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സാക്ഷ്യം. കർത്താവ് പോകുന്നിടത്ത് പോകണമെങ്കിൽ പാപമോചനം ലഭിച്ച് ജലം, രക്തം, ആത്മാവ് എന്നീ 3 സാക്ഷ്യം അത്യാവശ്യമാണെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രക്തമെന്നത് കർത്താവിൻ്റെ പാപപരിഹാര ബലിയായ കർത്തൃമേശയിൽ പങ്കുചേരുന്നത് വലിയ സാക്ഷ്യമായിരിക്കും. റോമർ 6:8 പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നാണ്.
സ്നാനം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനെ കാണിക്കുകയാണ്. സ്നാനത്താൽ കർത്താവിനോട് കൂടി അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതായി കാണിക്കുന്നു. സ്നാനത്തിൽ വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നു. വിശ്വാസത്താൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ യേശുവിലുള്ള വിശ്വാസത്താൽ കഴുകിക്കളയുന്നു. എന്നിട്ട് സ്നാനത്താൽ ഒരു പുതിയ സൃഷ്ടിയായി തീരണം, അല്ലെങ്കിൽ സ്നാനത്തിലൂടെ ഒരു പുതിയ തീരുമാനത്തോടെ പഴയ സ്വഭാവം ഉപേക്ഷിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും കൂടി ചെയ്യണം. ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന എങ്കിൽ നമ്മുടെ പാപങ്ങൾ പരിപൂർണമായി മാറും. പരിശുദ്ധാത്മാവ് ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നടത്തിത്തരും. വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ കഴിയുള്ളൂ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശുവിനെ എതിർത്തതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്ന അവസരം നഷ്ടപ്പെടുത്തി കളയുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയം. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ തന്നെ നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുവാനിടയായി തീരട്ടെ. മരിക്കാൻ സമയമാകുമ്പോൾ യേശു പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് നമ്മുടെ നാവ് ചലിക്കാതെ അവസ്ഥയിലായിപ്പോയെങ്കിൽ മാനസാന്തരപ്പെടാതെ പാപത്തിൽ മരിക്കാൻ കാരണമായി തീരുമല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ക്രൂശിൽ തൂക്കപ്പെട്ടിരിക്കുന്ന രണ്ട് കുറ്റവാളികൾ. അതിലൊരുവന് കർത്താവിനെ കാണുവാനും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് മനസ്സിലാവുകയും, യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുവാൻ തോന്നുകയും ചെയ്തത് വചനം യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം നേരത്തെ കേട്ടതുകൊണ്ടും അനുഭവിച്ചതുകൊണ്ടുമാണല്ലോ. യേശു എന്താണ് അവസാന നിമിഷമെങ്കിലും മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു എന്താണ് പറഞ്ഞത്? സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി ദൈവം തൻ്റെ പുത്രനെ അയക്കുമെന്ന് യോഹന്നാൻ സ്നാപകൻ്റെ മാനസാന്തര സുവിശേഷം കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, മാനസാന്തരപ്പെടുവീൻ എന്ന വചനം കേട്ടതുകൊണ്ടാണല്ലോ താൻ പാപിയാണെന്നും യേശുവിന് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്നും ഒരു ചിന്ത തോന്നിയതുകൊണ്ട്
അവസാന നിമിഷമെങ്കിലും മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞതുകൊണ്ട് പാപമോചനം ലഭിച്ചു. നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. വചനം കേൾക്കുവാൻ അവസരം കിട്ടിയാൽ അത് കേൾക്കണമേ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നാനത്തിൻ്റെ കൽപ്പന നൽകിയത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കുക. ആരാണ് ഈ സ്നാനത്തിൻ്റെ കൽപ്പന നൽകിയത്? ഒരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എത്ര വലുതാണെന്ന്, അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ദൈവത്തിന് കഴിയുമോ എന്ന് ചിന്തിക്കണം. പാപത്തിൻ്റെ ശിക്ഷ എത്ര വലുതാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഏതെങ്കിലും മധ്യസ്ഥന്മാർക്ക് കഴിയുമോ? പലരും കർത്താവിൻ്റെ കൽപ്പന ഏൽക്കുവാൻ മടിക്കുന്നു. ഒരു മനുഷ്യൻ സ്നാനപ്പെടുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുന്നത്. സ്നാനത്തെ എതിർക്കുന്നവൻ ക്രിസ്തുവിനെ എതിർക്കുന്നു. യേശുവാണ് സ്നാനത്തിൻ്റെ കൽപ്പന തന്നത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. സ്നാനത്തെ എതിർക്കുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് എതിർക്കുന്നത്. പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമാണെന്ന് എപ്പോഴും പറയുന്ന ജനം തിരുവെഴുത്ത് പറയുന്ന സ്നാനം സ്വീകരിക്കാൻ അവർ തയ്യാറാകാത്തത് എന്താണ്? വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു സ്നാനം സ്വീകരിക്കുവാൻ ആരാവശ്യപ്പെട്ടാലും അത് ശാപമായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. തിരുവെഴുത്ത് പറയാത്ത സ്നാനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകരുത് പ്രിയരെ. സ്നാനമേൽക്കാതെ കർത്താവിൻ്റെ കൽപ്പനയെ എതിർക്കുന്നത് ആരാണെന്ന് വചനത്തിൽ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യം, പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞുവെന്നാണ്. സ്നാനം സ്വീകരിക്കാതെ ദൈവഹിതം നിരസിച്ചു കളഞ്ഞു എന്നാണ് വചനം പറയുന്നത്. മതനേതാക്കന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ എതിർത്തുകൊണ്ട് ലോകത്തെ തൃപ്തിപ്പെടുത്താൻ സ്നാനത്തെ വൃഥാവാക്കി കളഞ്ഞുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ. മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ മതനേതാക്കന്മാർക്ക് താല്പര്യമില്ല പ്രിയരെ. അവർ സമ്മതിക്കത്തില്ല. ജനം പാപത്തിൽ കിടന്നെങ്കിൽ മാത്രമേ മതനേതാക്കന്മാർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സ്നാനത്തെ സമ്മതിക്കാതെ ദൈവീയ പദ്ധതിയെ ത്യജിച്ചു കളഞ്ഞു എന്നാണ് ഇപ്പം വചനം കേട്ടത്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ സത്യ ആരാധനയെ പരിഹസിച്ച് മതനേതാക്കന്മാർ അവരുടെ കൺമോഹത്തിന് ഇഷ്ടപ്പെട്ട അവരുടെ ഇഷ്ടത്തിന് പൊന്നും വെള്ളിയും പൊതിഞ്ഞ ഊമവിഗ്രഹങ്ങളെ ആരാധിക്കാൻ ജനത്തെ നിർബന്ധിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അഹങ്കാരം എന്ന സ്വഭാവം കൂടി ഈ മതനേതാക്കന്മാരിൽ പെരുകിയിരിക്കുകയാണ്.
പണത്തിനു വേണ്ടി നേതാക്കന്മാർ സൂഹിക്കുന്നത് കൊണ്ട് ജനത്തെ ആത്മീയമായി തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് പൈശാചിക ശക്തി ജനങ്ങളിൽ പെരുകുന്നു. വരാൻ പോകുന്ന കഷ്ടത മനസ്സിലാക്കി ഏകരക്ഷകനായ യേശുവിന് കീഴ്പ്പെട്ടാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് സ്നാനപ്പെടുമ്പോൾ പാപമോചനം ലഭിക്കും. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമായിരിക്കും. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയും. ഈ ലോകത്തെ ജയിക്കുവാനും വളരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കഴിയും. ഒന്ന് മനസ്സിലാക്കുക, കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിക്കുമ്പോഴാണ് പുത്രത്വത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാൻ കഴിയുന്നത്. കർത്താവിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന മക്കളോടുള്ള ദൈവസ്നേഹം അളക്കാൻ പറ്റാത്തതാണെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. പാപമോചനം പ്രാപിച്ച മനുഷ്യനെ കർത്താവ് നിശ്ചയമായി സ്നേഹിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ജാതികളുടെ ഇടയിൽ നിങ്ങളെ ഞാൻ പരിഹാസമാക്കുകയില്ല എന്നും തൻ്റെ ഭക്തന്മാരുടെ ആവശ്യം നിറവേറ്റി തരുമെന്നും ദൈവീയ വാഗ്ദാനമുണ്ട്. ദൈവമക്കൾ അനുഗ്രഹിക്കും. ദൈവമക്കളുടെ കഷ്ടത മാറും, ദാരിദ്ര്യം മാറും. പാപമോചനം ലഭിച്ച കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ദീർഘായുസ്സുണ്ടാകും. ഇയ്യോബിൻ്റെ പുസ്തകം 42:12 യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാളധികം അനുഗ്രഹിച്ചുവെന്നാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. തൻ്റെ ഭക്തന്മാരെ ദൈവം സ്നേഹിക്കുന്നു. നിന്ന മാറും, പരിഹാസങ്ങളും മാറും. ദൈവമക്കൾ അനുഗ്രഹിക്കും. നിശ്ചയമായിട്ടും ദൈവമക്കൾ അനുഗ്രഹിക്കും. എന്നാൽ കുടുംബ പാരമ്പര്യത്തിൽ കിടന്നാൽ രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 26:27 പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമെന്നാണ്. ഒരു മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് യേശുവിൻ്റെ രക്തം മതിയായതാണ്. ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. അപ്പോൾ പാപമോചനം ലഭിക്കും. പാരമ്പര്യവും പൗരോഹിത്യവും നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കത്തില്ലെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിൽ നിന്നും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുക. അബ്രഹാം തൻ്റെ പാരമ്പര്യം ഉപേക്ഷിച്ച് ഇറങ്ങിയപ്പോഴാണ് സ്വർഗരാജ്യത്തിൽ അല്ല ദൈവത്തിൻ്റെ മകനെന്ന പേര് ലഭിച്ചത്. പാരമ്പര്യം വിട്ടിറങ്ങുമ്പോൾ സ്വർഗരാജ്യം നിശ്ചയമായും ലഭിക്കും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കും. ദിവസങ്ങളിൽ കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, പാപമോചനം ലഭിക്കുവാൻ സ്നാനപ്പെടുക.
കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കും.